നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ പ്രതിക്കായി തിരച്ചിൽ തുടരുന്നു. രാത്രി ഏറെ വൈകിയും നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തി. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച ചെന്താമരയ്ക്കെതിരെ പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും ആരോപണമുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതര വീഴ്ചയാണ് ചെന്താമരൻ നാട്ടിൽ തുടരാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. രണ്ടുപേരെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയെ ഇനിയും കണ്ടെത്താൻ സാധിക്കാത്തതായതോടെ വലിയ ഭീതിയിലാണ് പോത്തുണ്ടിയിലെ നാട്ടുകാർ. ഇന്നലെ രാത്രി ഏറെ വൈകിയും പ്രദേശത്ത് തിരച്ചിൽ നടന്നു. 2019 കൊലപാതകം നടത്തിയ ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ കണ്ടെത്തിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നലെയും പരിശോധന നടന്നത്. ചെന്താമരം എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പോലീസ് ക്യാമ്പ് ചെയ്തു. അതിനിടെ പോലീസിന് നേരെയും ഗുരുതര ആരോപണങ്ങൾ ഉയരുകയാണ്. ജാമ്യവ്യവസ്ഥ ലംഘിച്ച ചെന്താമരത്തിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചില്ല എന്നാണ് ആക്ഷേപം. 2023 മുൻ ജാമ്യവ്യവസ്ഥകളിൽ ഇയാൾക്ക് ഇളവ് നൽകിയിരുന്നു. നെന്മാറ പഞ്ചായത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നായിരുന്നു ജാമ്യവ്യവസ്ഥ. എന്നാൽ ഇത് ലംഘിച്ച് പ്രതി പഞ്ചായത്തിൽ താമസിച്ചു. ഇത് കണ്ടെത്തിയിട്ടും പോലീസ് ജാമ്യം റദ്ദാക്കാൻ കോടതി സമീപിച്ചില്ല എന്നാണ് ആക്ഷേപം. പോലീസിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചതെന്നാണ് കണ്ടെത്തൽ. സജിയെ കൊലപ്പെടുത്തിയ കേസിൽ 2022 ചെന്താമര ജാമ്യത്തിലിറങ്ങുന്നത്. ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടി പാലക്കാട് സെഷൻസ് കോടതി ഇയാൾ സമീപിച്ചു. ചെന്താമര നെന്മാറ സ്റ്റേഷൻ പരിധിയിൽ കയറിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് പോലീസ് റിപ്പോർട്ട് നൽകി. ഡ്രൈവറാണെന്ന ഇയാളുടെ വാദം അംഗീകരിച്ചാണ് കോടതിയെന്ന് ജാമ്യത്തിൽ ഇളവ് നൽകിയത്. മീഡിയ 1 പാലക്കാട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ടി നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, ഈ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ആതിര, ഇന്നലെ രാത്രി ഏറെ വൈകിയും ചെന്താമരയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടന്നു എന്നുള്ളതാണ്. നാട്ടുകാരും ഒപ്പം പോലീസും ചേർന്നാണ് ഇത്തരത്തിൽ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിട്ടുള്ളത്. അതിൽ പല നാട്ടുകാരും പറയുന്നത് ഇയാളെ ആ പരിസരത്തൊക്കെ കണ്ടു എന്നുള്ളതാണ്. അത്തരത്തിലൊരു സ്ഥിരീകരിക്കാത്ത വിവരം കൂടെ ലഭ്യമാകുന്നുണ്ട്. പോലീസും ഈ മേഖലയിലൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2019 ഈ സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തിയ ചെന്താമര അവിടെ നിന്നും ഒളിവിൽ പോയിരുന്നു. പിന്നീട് ഇയാളെ കണ്ടെത്തുന്നത് ഈ ഒരു വീടിന്റെ പരിസരത്ത് നിന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ രാത്രി ഇയാൾ വരും എന്നുള്ള ഒരു സംശയത്തിലാണ് ആ പരിസരങ്ങളിലൊക്കെ തന്നെ പോലീസ് ക്യാമ്പ് ചെയ്യുകയും നാട്ടുകാർ പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നാട്ടുകാർ വലിയ ഭീതിയിലാണ്. ഇവർ സ്വയം കയ്യിൽ വടികളും മറ്റുമൊക്കെയായി ആണ് ഈ അന്വേഷണത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ഈ ചെന്താമരയെ എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ളതാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും ഇയാൾ എന്തിനും മടിക്കാത്ത ഒരു ക്രൂരനായ വ്യക്തിയാണ് എന്നുള്ളത് നാട്ടുകാർ പറയുന്നു. രണ്ടുപേരെ കൂടെ കൊലപ്പെടുത്തുമെന്നുള്ള ഭീഷണി കൂടെ ഇയാൾ മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ചെന്താമരയെ പിടികൂടാതെ സ്വസ്ഥമായി അവിടെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും അന്വേഷണം ഇന്നും പുരോഗമിക്കും. അതിനിടെ തിരുപ്പൂരിലെ ഇയാളുടെ സഹോദരന്റെ വീട് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ശരി, നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ചെന്താമരനൊക്കെയായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് ടി നന്ദഗോപാലാണ്.